തിരുവനന്തപുരത്ത് ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി കെ പ്രശാന്ത് MLA-ക്കെതിരെ കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ സൗകര്യങ്ങളുള്ള മുറി ഉണ്ടായിട്ടും എന്തിന് വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നു എന്ന് ശബരിനാഥൻ ഫേസ്ബുക്കിൽ ചോദിച്ചു. MLA ഹോസ്റ്റലിൽ മുറികളും കമ്പ്യൂട്ടറുകളും പാർക്കിങ്ങും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുപേക്ഷിച്ച് ശാസ്തമംഗലത്ത് നിൽക്കുന്നത് എന്തിനെന്നും ശബരിനാഥൻ ചോദിക്കുന്നു. പി സഫാനാണ് വിവരങ്ങൾ നൽകുന്നത്. സഫാൻ, ശബരിനാഥ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? വി കെ പ്രശാന്ത് വർഷങ്ങളായി അദ്ദേഹം അവിടെ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു. ആ ഓഫീസിൽ സന്ദർശകർക്ക് യഥേഷ്ടം വരാനുള്ള സൗകര്യവുമൊക്കെ ഉണ്ട്. MLA ഹോസ്റ്റലിൽ അത്രത്തോളം ആളുകൾക്ക് പുറത്തുനിന്നുള്ള പൊതുജനത്തിന് വരാനുള്ള സൗകര്യം കുറവുണ്ടെന്ന് നമുക്കറിയാം. അതായിരിക്കില്ല ഒരുപക്ഷെ പ്രശാന്തിന്റെ പുറത്ത് ഓഫീസ് തുടങ്ങാനുള്ള ഒരു കാരണം. നൗഫൽ, KS ശബരിനാഥ് പറയുന്നത് മറ്റ് MLA-മാർക്കൊന്നും ഇല്ലാത്ത ഒരു സൗകര്യം ഈ വി കെ പ്രശാന്തിന് ഉണ്ട് എന്നാണ്. അതായത് MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൗജന്യമായി അവിടെ ജനങ്ങൾക്കൊക്കെ കടന്നു വരാനും പാർക്കിങ്ങിനും ഉള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് KS ശബരിനാഥൻ പറയുന്നത്. അക്കാര്യങ്ങളൊക്കെ ഏതായാലും പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു വിവാദത്തിൽ വി കെ പ്രശാന്ത് എതിരായുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് KS ശബരിനാഥൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. താൻ എല്ലാ MLA-മാരും ഇത്തരത്തിൽ വാടകയ്ക്കാണ് കെട്ടിടത്തിൽ ഉപയോഗിച്ചിരുന്നത്. താൻ MLA ആയിരുന്ന സമയത്ത് അരുവിക്കരയിൽ ഇത്തരത്തിൽ വാടകയ്ക്കുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ഈ വിവാദം വന്ന പശ്ചാത്തലത്തിൽ വി കെ പ്രശാന്ത് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായത്തോടു കൂടിയാണ് ഈ KS ശബരിനാഥ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇനി 7 മാസം കൂടിയാണ് MLA-ക്ക് കാലാവധി ബാക്കിയുള്ളത്. ആ ഒരു സമയം അവിടെ തുടരും. തൻ്റെ കെട്ടിടത്തിൽ തുടരണം എന്നൊരു നിലപാടും ആവശ്യമായിരുന്നു വി കെ പ്രശാന്ത് ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ വാടക കരാറുമായി ബന്ധപ്പെട്ട് 3 മാസം കൂടി തനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമയപരിധി കൂടി തൻ്റെ ന്യായമായ ആവശ്യമാണെന്ന് പറഞ്ഞ് വി കെ പ്രശാന്ത് പ്രതിരോധിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ഒരാളാണ് KS ശബരിനാഥൻ. അദ്ദേഹം മുൻ MLA കൂടിയാണ്. അദ്ദേഹം കൂടി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വി കെ പ്രശാന്ത് MLA ഹോസ്റ്റലിലെ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് മാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായാലും KS ശബരിനാഥൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് MLA-യോട്, ഒരു അഭ്യർത്ഥനയാണ് MLA-യോട് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ KS ശബരിനാഥൻ പറയുന്നത്. നൗഫൽ, സഫ്വാൻ, കഴിഞ്ഞ ദിവസമൊക്കെ പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ശ്രീലേഖ അവിടെ എത്തിയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ന്യായം എന്താണ്? സ്വന്തം മണ്ഡലത്തിൽ MLA ഹോസ്റ്റലിൽ ഇപ്പം ശബരിനാഥ് സൂചിപ്പിക്കുന്നതനുസരിച്ച് നിള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ 2 മുറികൾ, ഓഫീസ് മുറികൾ പ്രശാന്തിൻ്റെ പേരിൽ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെ ഈ മുറികൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ, പ്രശാന്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരം നമുക്കുണ്ടോ? നൗഫൽ, 2020 ഈ 2020 മുതലാണ് ഈ വാടക കരാർ പ്രകാരം വി കെ പ്രശാന്ത് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റുകയും തൻ്റെ ഓഫീസ്, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഓഫീസിൻ്റെ പ്രവർത്തനം ഈ ശാസ്തമംഗലത്തെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഇതൊരു സാധാരണ വി കെ പ്രശാന്ത് നമുക്കറിയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്നു. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം MLA ആയി വരുന്നതും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു സ്വാധീന ഫലം കൂടിയായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം, കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള കെട്ടിടം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം കഴിഞ്ഞ 7 വർഷമായി, കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഈ കെട്ടിടത്തിലായിരുന്നു. അതിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 7 മാസം ശേഷിക്കെ ഇത്തരത്തിൽ ഓഫീസ് മാറ്റുന്നത് അതിന് ഒരുപാട് പ്രായോഗിക തടസ്സങ്ങളുണ്ട് എന്നതാണ്
വി കെ പ്രശാന്ത് പറയുന്നത്. വി കെ പ്രശാന്ത് പറയുന്ന മറ്റൊരു വാദം, ഇത്തരത്തിൽ ജനപ്രതിനിധികളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റും ഈ നിസാര പൈസക്കൊക്കെ ഓഫീസ് അനുവദിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ നടപടിക്രമങ്ങളാണ്. നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഓഫീസുകളാണല്ലോ MLA-യുടെ മറ്റുമൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചും നഗരസഭകളുമായി സഹകരിച്ചൊക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഓഫീസുകൾ ജനപ്രതിനിധികൾക്കും മറ്റും നിന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു അധികാരം ലഭിച്ച ഉടനെ തന്നെ ഇത്തരത്തിലൊരു നടപടി തിട്ടൂരമായിട്ടേ കണക്കാക്കുകയുള്ളൂ എന്ന രൂക്ഷമായ ഭാഷയിലാണ് വി കെ പ്രശാന്ത് പറയുന്നത്. അതിനപ്പുറത്തെ രാഷ്ട്രീയം മനസ്സിലാകാതെയാണോ ശബരിനാഥന്റെ ഈ പ്രതികരണം? കാരണം BJP അധികാരത്തിലെത്തിയ ഉടനെ തന്നെ അവിടെ സാമാന്യ മര്യാദ പോലും ലംഘിച്ചുകൊണ്ട് ഒരു MLA അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസ് ഒഴിയണമെന്ന് ഒരു കൗൺസിലർ ആവശ്യപ്പെടുന്നു. അതിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാകാതെയാണോ ശബരിനാഥന്റെ ഈ ഒരു പോസ്റ്റ്?